മഴ പലയിടത്തും വരാനുള്ള സാധ്യത, ചില മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതൊക്കെ. ഏതായാലും തലസ്ഥാനത്ത് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. താഴത്തെ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു ഇതിനോടകം തന്നെയെന്നാണ് അറിയുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായിട്ടുണ്ട്. 5 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയുന്നു. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അതിരാവിലെ തന്നെ നല്ല കനത്ത മഴ കണ്ടാണ് തലസ്ഥാനവാസികൾ ഉണർന്നത്. പലരും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കട്ടിലിൽ നിന്ന് താഴെ കാലെടുത്ത് വെച്ചപ്പോഴേക്കും വെള്ളം നനഞ്ഞ അവസ്ഥയായിരിക്കാം. കാരണം ഒരു മഴയിൽ തന്നെ താഴ്ന്ന ഇടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഇപ്പോൾ തലസ്ഥാനത്തുണ്ട്. അത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴും അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലൊരു മഴയൊക്കെ പെയ്യുമ്പോഴാണ്. ആദ്യം അതിൻ്റെ വിവരങ്ങൾ പറയൂ, തുടർന്ന് മറ്റിടങ്ങളിലുള്ള മുന്നറിയിപ്പുകൾ. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഉറങ്ങാൻ കിടന്നപ്പോൾ ശക്തമായ ചൂട്, വേനൽ ചൂടിലൊക്കെയാണ് തലസ്ഥാനവാസികളടക്കം കിടന്നതെങ്കിൽ രാവിലെ എണ്ണീറ്റത് നല്ല ഇടിവെട്ടിയുള്ള മഴയിലാണ്. എന്തായാലും തലസ്ഥാന ജില്ലയിൽ താഴ്ന്ന മേഖലയിലും ഒപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലുമൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണ് രാവിലത്തെ 4-5 മണിക്കൂറിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനാണ്. രാവിലെയൊക്കെ ഇവിടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇപ്പോൾ നഗരസഭയുടെ ജീവനക്കാർ വന്ന് ഓടകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും വരുന്ന മഴയിൽ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്ത് ഒരു മഴ പെയ്താൽ തന്നെ അപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു, വീടുകളിലേക്ക് വെള്ളം കയറുന്ന ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൂടാതെ വരും മണിക്കൂറിലും ശക്തമായ മഴ തുടരും കേരളത്തിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം കൂടി വരുന്ന 2 ദിവസം കൂടി തുടരും തീരദേശ മേഖലകളിൽ എന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ ഈ വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരുമൊക്കെ ജാഗ്രത പാലിക്കണം. ഈ മരങ്ങളുടെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്തവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നുള്ളൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. കൂടാതെ അതിശക്തമായ ഇടിയും മിന്നലും തലസ്ഥാനത്തടക്കം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഇടിമിന്നലേറ്റുള്ള മരണങ്ങളൊക്കെ കഴിഞ്ഞ വേനൽമഴ സമയത്ത് നമ്മൾ കണ്ടതാണ്. പുറത്ത് ജോലി ചെയ്യുന്നവരടക്കമുള്ളവർ ആ ജാഗ്രത തുടരണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലും നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്, തലസ്ഥാന ജില്ലയിൽ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ 10 മണിക്കാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകേണ്ടത്. ആ സമയത്ത് ഒരു പക്ഷേ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ട് മാറാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. എന്തായാലും വേനൽ മഴ തലസ്ഥാനം അടക്കമുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ അതിശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഒപ്പം തന്നെ ശക്തമായ ഇടിക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ നിലനിൽക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ശാലിനി. ഈ വേനൽ മഴ അത്ര നല്ല മഴയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രോഗവാഹിനി കൂടിയാണ്. എല്ലായിടത്തും ഈ ചെറിയ രീതിയിലുള്ള പനിയും വലിയ രീതിയിലുള്ള പനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തൊണ്ടവേദന തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെയും എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ കടുത്ത ചൂടും പിന്നീട് അങ്ങോട്ട് കനത്ത മഴയും ഒക്കെ വരുമ്പോൾ, ഇത് മാത്രമല്ല അന്തരീക്ഷം എത്രത്തോളം മോശമായിരിക്കുന്നൊരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ പെയ്യുന്ന മഴയാണ്. ആ മഴയിൽ രോഗവാഹിനിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. പിന്നെ ഇനി മഴ പെയ്ത് താഴെ വന്നാലും നമുക്കറിയാം മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്, അതിൽ കൂടി ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മുടെ കാലിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു രോഗങ്ങൾക്കുള്ള സാധ്യതകൾ വയ്ക്കുന്നതാണ്. എലിപ്പനി പോലെയുള്ള ചിക്കുൻഗുനിയ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വലിയ രീതിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.